ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളെ ചേസ് ചെയ്യണം, നിങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ തോന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് പറയുന്നത്. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് ഒരു ബിലീഫാണ്. അതോ പല ആളുകളും അവരുടെ തോട്ട് പ്രോസസ്സ് വളരെ ഡീപ്പായിട്ടുള്ള രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാൻ അത്ര പോരാ എന്നുള്ള രീതിയിലുള്ള തോട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഐ എം നോട്ട് ഇനഫ് എന്നുള്ള രീതിയിൽ. അഥവാ അവരെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നെ ആരും സ്നേഹിക്കൊന്നുമില്ല, എൻ്റെ ഈ ഭംഗി കണ്ടിട്ടാണോ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ എന്നോട് ആർക്കും ഒരു അട്രാക്ഷൻ ഒന്നും തോന്നത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഇത്തരത്തിലുള്ള തോട്ട് പ്രോസസ്സുകൾ നടത്തി അതൊരു ബിലീഫായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, ഐ എം നോട്ട് ഇനഫ് എന്നുള്ളത്. അതേപോലെ തന്നെ ഐ എം നോട്ട് അട്രാക്റ്റഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകൾ കൊടുക്കുക, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക, കോൺഷ്യസ് ആയിട്ട് തന്നെ. ഞാൻ കൊള്ളാം, ഞാൻ ഭയങ്കര അട്രാക്റ്റീവാണ്, ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടും, ആളുകൾക്ക് എന്നിൽ നിന്നൊരു പോസിറ്റീവ് വൈബ് കിട്ടും, ഞാൻ ഭയങ്കര അട്രാക്റ്റീവാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അത് നമ്മളുടെ വിശ്വാസമായിട്ട് മാറും. അങ്ങനെ നമ്മുടെ വിശ്വാസമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളോട് ഒരു അട്രാക്ഷൻ തോന്നും. എസ്പെഷ്യലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടിക്കും നമ്മളോട് ആ ഒരു വൈബും അട്രാക്ഷനും ഒക്കെ തോന്നും. സോ അതുകൊണ്ട് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. അഥവാ ഈ തോട്ട് പ്രോസസ്സിലൂടെയാണ് ബിലീഫ് ഉണ്ടാകുന്നത്. പോസിറ്റീവ് തോട്ടുകൾ കൊടുത്തുകൊണ്ട് പോസിറ്റീവ് ബിലീഫ് ഉണ്ടാക്കുക. അതിൻ്റെ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ആ പെൺകുട്ടി ചേസ് ചെയ്ത് തുടങ്ങും. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അധികം ആളുകളും, കുറേ ആളുകൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും, സ്കില്ലുണ്ടായിരിക്കും. കുറച്ച് ആളുകൾക്ക് അത് കുറവായിരിക്കും. ഒരു 70% ആളുകൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇല്ലാത്ത ആളുകൾ അത് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നന്നായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾ, നന്നായിട്ട് ആ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളുകളെ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ ഭയങ്കര ഇഷ്ടമാണ്, അവരെ ചേസ് ചെയ്യും സ്ത്രീകൾ. മുഴുവൻ സ്ത്രീകളെ കുറിച്ചല്ല പറയുന്നത്, ഓൾമോസ്റ്റ് ഒരു 75% സ്ത്രീകൾക്കും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 25% ചിലപ്പോൾ അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇതിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ പെൺകുട്ടിയോട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചോദിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഈസി ആയിട്ട് ചെയ്തു തരാൻ പറ്റുന്ന ഒരു സഹായം. അതിപ്പോൾ എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെയിൽ അയക്കേണ്ടത്, കണ്ടന്റ് എന്തെങ്കിലും അയച്ചു തരാൻ വേണ്ടി പറയുന്നതാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അവർക്ക് ഈസി ആയിട്ട് ചെയ്തു തരാൻ പറ്റുന്ന ഒരു സഹായം ചോദിക്കുക. അത് അവർ ചെയ്തു തരിക. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കുന്ന സമയത്തൊക്കെ ആ ഒരു അട്രാക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാനും, അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ രണ്ട് സോളുകളും തമ്മിൽ അറിയാതെ തന്നെ ഒരു കണക്ഷൻ ഇങ്ങനെ ബിൽഡായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ നമ്മൾ ഒരാളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അപ്പോൾ അവരുമായിട്ടൊരു പ്രത്യേക ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചോദിക്കുക. അതൊരു ട്രിക്കാണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മുടെ ഹെൽത്തിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മുടെ ബോഡി ഫിറ്റ്നസ്സിലും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വ്യക്തിയുടെ ഫിറ്റ്നസ് അല്ലെങ്കിൽ ആ ഒരു ശരീര ഭംഗി, അതിൽ ഒരു പ്രത്യേക അട്രാക്ഷൻ വരും. അത് കളറിലല്ല, നമ്മൾ ആ ഒരു ബോഡി ഫിറ്റ്നസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു എനർജിയുടെ പ്രൊജക്ഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം അതിന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വ്യക്തിയുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി അവർക്ക് കിട്ടും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഫിറ്റായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആവുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ചേസിങ് കൂടും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, എപ്പോഴും
എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും അവൈലബിൾ ആയി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള വിലയും ഉണ്ടായിരിക്കത്തില്ല എന്ന് കരുതി എപ്പോഴും അവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയല്ല ഞാൻ പറയുന്നത്. നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് അവരോട് പോയിട്ട് ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനിടയിൽ പോയി വിളിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പാഷനുമായി ബന്ധപ്പെട്ട്, ലക്ഷ്യവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ജോബുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും അതിലായി മാറുക. അപ്പോൾ ആ സമയത്ത് ഒരു മെസ്സേജ് ഇടുമ്പോൾ അതിന് പോയി റിപ്ലൈ ചെയ്യണം എന്നില്ല. നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് അതിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുക. അങ്ങനെ എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു വ്യക്തിക്ക് വാല്യൂ കുറയും. എപ്പോഴും അവൈലബിൾ ആവാത്ത തൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നു, അതിനുശേഷം നമ്മൾ അവൈലബിൾ ആവുകയും ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക വാല്യൂ ഉണ്ടാകും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ആ വ്യക്തിക്ക് നിങ്ങളോട് കൂടുതൽ ചേസിങ് ഉണ്ടാക്കാനും അട്രാക്ഷൻ ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏകദേശം 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അഥവാ ഏതൊരു വ്യക്തിക്കും നമ്മളോട് അട്രാക്ഷൻ തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് നമ്മളോട് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലവ് മാഗ്നറ്റ് ആയിട്ട് മാറാനായിട്ട് പറ്റും. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടക്കണം. അത് സബ് കോൺഷ്യസ്ലി നടക്കണം. അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാമിങ് ചെയ്യണം. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. സെൽഫ് ലവ് റിലേറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ പറയണം, എഴുതണം. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ്, ബ്രീത്തിങ് എക്സസൈസുകൾ, ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ കൃത്യമായിട്ട് കണ്ടീഷൻ ചെയ്യപ്പെടാനായിട്ട് അത് പോസിബിളാണ് നമുക്ക്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മാഗ്നറ്റിക് പവർ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് പവർ നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. ഒരു 21 ഡേയ്സ് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട് വാട്സപ്പിലൂടെ. ലവ് മാസ്റ്ററി എന്നാണ് പേര്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലവ് മാഗ്നറ്റായി തീരാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. രാവിലെയും വൈകുന്നേരം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അത് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ ചേസ് ചെയ്യിപ്പിക്കാൻ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കൊണ്ട് പോസിബിളാണ്. അത് നമുക്ക് വാട്സപ്പിൽ കാണാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോളൂ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.